നമസ്കാരം. നിങ്ങൾക്ക് ഏത്തർ, ഒല, TVS അല്ലെങ്കിൽ ഹീറോ ഇലക്ട്രിക് തുടങ്ങിയ കമ്പനികളുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജറിന് മുടക്കിയ പണം റീഫണ്ട് ലഭിക്കും. സ്കൂട്ടർ വാങ്ങുമ്പോൾ ചാർജറിനായി പ്രത്യേകം പണം നൽകിയ സ്കൂട്ടർ ഉടമകൾക്കാണ് കമ്പനി ഇപ്പോൾ റീഫണ്ട് നൽകുന്നത്. ഏതാനും ആഴ്ചകളായി ഈ കമ്പനികൾ ചാർജർ റീഫണ്ടുകൾ സംബന്ധിച്ച് പൊതു അറിയിപ്പുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. 2023 മാർച്ചിന് മുമ്പ് നിങ്ങൾ ഏത്തർ, ഒല, TVS അല്ലെങ്കിൽ ഹീറോ എന്നിവയിൽ നിന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ റീഫണ്ടിനും അർഹതയുണ്ട്. 2023 ജൂൺ മാസത്തിലാണ് ഈ റീഫണ്ട് നടപടികൾ ആരംഭിച്ചത്. ഇതുവരെ ബാധിതരായ 90% ഉപയോക്താക്കളും റീഫണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾ റീഫണ്ടിന് അർഹത ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ വൈകരുത്. പൊതു അറിയിപ്പ് അനുസരിച്ച് റീഫണ്ട് സ്കീമിന് 2025 ഏപ്രിൽ മാസം വരെ മാത്രമാണ് സാധുതയുള്ളത്. ചാർജറിന്റെ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിന് നിങ്ങൾ 3 ഘട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യത്തേത്, നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതിന് ബില്ലിനൊപ്പം തെളിവ് നൽകണം. 2, റദ്ദാക്കിയ ചെക്കിനൊപ്പം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും പങ്കിടണം. 3, ഇമെയിൽ വഴിയോ അവരുടെ ഷോറൂം സന്ദർശിച്ചോ കമ്പനിയുമായി ബന്ധപ്പെടണം. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സർട്ടിഫിക്കേഷൻ അനുസരിച്ച് ചാർജർ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ അനിവാര്യ ഘടകമാണ്. ഇത് വാഹനത്തിന്റെ സുരക്ഷയും അനുയോജ്യതയും ഉറപ്പാക്കുന്നുണ്ട്. അനുയോജ്യമായ ചാർജർ ഇല്ലാതെ ഒരു EV വിൽക്കുന്നത് സുരക്ഷാ അപകടങ്ങൾക്ക് കാരണമാകാം, അല്ലെങ്കിൽ വാഹനത്തിന് കേടുപാടുകൾക്കും കാരണമാകാം. FAME II അഥവാ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് സബ്സിഡി നയത്തിന് കീഴിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് സബ്സിഡിക്ക് അർഹതയില്ല. എങ്കിലും FAME നയത്തിൽ ചാർജറുകൾ വ്യക്തമായി പരാമർശിച്ചിരുന്നില്ല. സബ്സിഡി പരിധിക്കുള്ളിൽ സ്കൂട്ടർ വില കൊണ്ടുവരാൻ നിർമ്മാതാക്കൾ ചാർജറിന് അധിക നിരക്ക് ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിലക്കുറവ് ഉപയോക്താക്കൾക്ക് ലഭിക്കാതെ വന്നു. ഇതോടെ വാഹനത്തിന്റെ അവശ്യ ഘടകങ്ങളായതിനാൽ ചാർജറുകൾക്ക് പണം വേറെ ഈടാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിർദ്ദേശം പാലിക്കുന്നതിനായി ചാർജറിനായി പ്രത്യേകം പണം നൽകേണ്ട എല്ലാ ഉപയോക്താക്കൾക്കും പണം തിരികെ നൽകാൻ ഒടുവിൽ കമ്പനികൾ സമ്മതിക്കുകയായിരുന്നു. റീഫണ്ട് നടപടികൾ ആരംഭിച്ച് 1.5 വർഷത്തിലേറെയായി ഈ അറിയിപ്പുകൾ ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചേക്കാം. SMS-കൾ, ഇമെയിലുകൾ, വാട്സപ്പ് അറിയിപ്പുകൾ, വെബ്സൈറ്റുകളിലെയും സോഷ്യൽ മീഡിയകളിലെയും പൊതു അറിയിപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ ചാനലുകളിലൂടെ ഇതിനകം തന്നെ പ്രശ്നബാധിതരായ ഉപയോക്താക്കൾക്ക് നിരവധി ഓർമ്മപ്പെടുത്തലുകൾ അയച്ചിട്ടുണ്ടെന്ന് കമ്പനികൾ അവകാശപ്പെടുന്നുണ്ട്. എന്നിട്ടും ചില ഉപയോക്താക്കൾ പ്രതികരിക്കുകയോ അവരുടെ റീഫണ്ട് ക്ലെയിം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ റീഫണ്ട് നടപടികൾ അവസാനിപ്പിക്കാൻ കമ്പനികൾ പത്രങ്ങളിൽ പൊതു അറിയിപ്പുകൾ നൽകണമെന്ന് ഖരം വ്യവസായ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. ഈ പ്രക്രിയ അവസാനിപ്പിക്കാനുള്ള ശ്രമമായാണ് ഇതിനെ കാണുന്നത്.